നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇടത് പാർശ്വത്തിൽ നെയ്മർ ജൂനിയർ, വലതു പാർശ്വത്തിൽ ലിയോ മെസ്സി, നടുവിൽ എംബാപ്പെ. ഇങ്ങനെയുള്ളൊരു മുന്നേറ്റ നിര, എം മുന്നേറ്റ നിര PSG വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരാധകർ സ്വപ്നം കണ്ട മുന്നേറ്റ നിരയായിരുന്നു അത്. പക്ഷേ ആ ത്രയം കളിച്ച ഘട്ടത്തിൽ PSG ദുരന്തമായിരുന്നു എന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ. UEFA ചാമ്പ്യൻസ് ലീഗിൽ പ്രീ ക്വാർട്ടർ പോലും കടക്കാൻ അവർക്ക് ഈ ഒരു ലോകോത്തര മുന്നേറ്റ നിര വെച്ച് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു മോശം കാലം കടന്ന് PSG ഇതാ വീണ്ടും UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും മെസ്സി കളിച്ച 2 വർഷക്കാലം PSG നല്ലതായിരുന്നില്ല. UCL പ്രത്യേകിച്ചും അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് മറ്റു പല കാരണങ്ങളും അതിലുണ്ടാവാം. ലിയോ മെസ്സിയെ പോലുള്ളൊരു താരം കൂടി വരുമ്പോൾ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും PSG അത് തിരിച്ചടിയായി. അതിന് പല ഘടകങ്ങളുണ്ട്. ആദ്യ സീസണിൽ മെസ്സി അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. 2ാം സീസണിൽ മെസ്സി നല്ല രൂപത്തിൽ കളിച്ചു തുടങ്ങി. പിന്നെ വേൾഡ് കപ്പിൻ്റെ ബ്രേക്ക്, അത് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കാര്യങ്ങൾ വീണ്ടും പരിക്കും മറ്റു പ്രശ്നങ്ങളുമായിട്ട് സൂപ്പർ താരങ്ങൾ പുറത്തിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവതാളത്തിലായി. ഏതായാലും മെസ്സി കളിച്ച 2 വർഷക്കാലം PSG നല്ലതായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും PSG UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോകുന്നു. മെസ്സി എത്തുന്നതിന് മുമ്പുള്ള 2 വർഷം നോക്കുക. 2020 UEFA ചാമ്പ്യൻസ് ലീഗിൽ PSG എവിടെ എത്തി? ഫൈനൽ കളിച്ചു. അതെ, 2020 UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ടൂർണമെൻ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. കോവിഡും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സീസൺ. പിന്നെ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ ഒരുമിച്ചങ്ങ് പോർച്ചുഗലിൽ വെച്ച് നടത്തുകയായിരുന്നു. ആ സീസണിൽ 8-2 ബയേൺ ബാഴ്സലോണയെ തകർത്ത് തരിപ്പണമാക്കിയത്. അതേ ബയേൺ പക്ഷേ PSG ഫൈനലിൽ ശരിക്കും വിറച്ചിരുന്നു. ഒടുവിൽ ഒറ്റ ഗോളിന് കിരീടം ചൂടിക്കൊണ്ട് ബയേൺ പോവുകയായിരുന്നു. അന്ന് PSG ഫൈനലിൽ കളിച്ചു. അതാണ് PSG UEFA ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും വലിയ നേട്ടം. തൊട്ടടുത്ത സീസൺ 2021 എന്ത് സംഭവിച്ചു? PSG UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കളിച്ചു. പിന്നെയാണ് മെസ്സി കൂടി PSG എത്തുന്നത്. മുന്നേറ്റ നിരയുമായിട്ട് PSG എത്തുമ്പോൾ കിരീടം അവർ നേടുമെന്ന് പലരും സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നീടുള്ള 2 വർഷക്കാലം 2022 റൗണ്ട് ഓഫ് 16 PSG പുറത്താകുന്നു. 2023 റൗണ്ട് ഓഫ് 16 PSG പുറത്താകുന്നു. ഫലമോ? കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മെസ്സി എന്തായാലും കോൺട്രാക്ട് പുതുക്കാതെ MLS പോയി. നെയ്മർ ജൂനിയർ അൽ ഹിലാലിലേക്കും പോയി. വെരാറ്റിയെ ഒഴിവാക്കി അദ്ദേഹം ഖത്തറിലേക്ക് പോയി. എംബാപ്പയാണ് ഇപ്പോൾ അവിടെ ആ ഒരു നിരയിൽ ബാക്കിയുള്ളത്. എംബാപ്പ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പോവുകയാണ്. പക്ഷെ പോകും മുമ്പ് PSG വലിയ കിരീടം നേടിക്കൊടുക്കുമോ എംബാപ്പ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും PSG റയൽ സോസിഡാഡിന് അഗ്രിഗേറ്റ് 4-1 തകർത്തുകൊണ്ട് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷവും അതിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ ഒരു പടി കൂടി മുന്നോട്ട് കടക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.